നമസ്കാരം. നേഷൻ ഫസ്റ്റിൽ ഇന്നു മുതലൊരു പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ നേഷൻ ഫസ്റ്റിലെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു, പല ഇൻ്റർവ്യൂകളൊക്കെ പബ്ലിഷ് ചെയ്യുകയാണ്. അതിൽ പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മറുപടി പറഞ്ഞു പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റാൻഡമായി തിരഞ്ഞെടുക്കുന്ന ചില വീഡിയോകൾ, ആ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഇന്ന് രാഹുൽ ഞാനിന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഒരു മാസം മുമ്പ്, അതായത് ഇലക്ഷനൊക്കെ മുമ്പ് നമ്മൾ നടത്തിയ ചില പ്രവചന വീഡിയോകളൊക്കെ കിട്ടും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു മാസം മുമ്പ് ഞാനും മേഘയും ചേർന്ന് നടത്തിയ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രവചനമാണ്. കൊല്ലം ജില്ലയിൽ നമ്മൾ പ്രവചനമല്ല, 10 സീറ്റ് അങ്ങോട്ട് കൊടുത്തായിരുന്നു. കൊല്ലം ജില്ലയിൽ നമ്മൾ എത്ര സീറ്റിൽ വിജയിക്കും, UDF വിജയിക്കും, എത്ര സീറ്റ് LDF കിട്ടും, എത്ര സീറ്റ് BJP കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ തമ്പനയിൽ എന്ന് പറയുന്നത് കൊല്ലത്തെ UDF പ്രതികാരം ചെയ്യുന്നു, 11-ൽ 9 തൂക്കും എന്നുള്ളതാണ്. അതിൽ എൻ്റെ കണക്കൂട്ടിൽ തെറ്റിയത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര തെറ്റി. ചടയമംഗലം സാധ്യതാ ലിസ്റ്റിൽ മാത്രം പറഞ്ഞതാണ്. BJPക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ BJP ജയിക്കില്ല എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിലൂടെ പോവുകയാണ്. കൊട്ടാരക്കരയിൽ കൊല്ലത്ത് UDF പ്രതികാരം ചെയ്തു, 11-ൽ 8 UDF നേടുക തന്നെ ചെയ്തു. 140 കമൻറ്റുകൾ ഈ വീഡിയോയിലുണ്ട്. ഇതിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനൽ കൂടുതലും കാണുന്നത് കോൺഗ്രസ് പ്രേക്ഷകരായിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് പോകാം. നമുക്കത് ഏറ്റവും പുതിയതിൽ നിന്ന് പോകണോ പഴയതിൽ നിന്ന് പോകണോ? ടോപ്പ് കമൻറ്റുകൾ, ന്യൂവസ്റ്റ് കമൻറ്റുകളിൽ നിന്ന് നമുക്ക് പോകാം. ഫസ്റ്റ് കമൻറ്റ്, UDF സിന്ദാബാദ്. 4-ാം തീയതി വരെ മനപ്പായസം കുടിക്കാം. അതായത് മെയ് 4 പുള്ളി ഉദ്ദേശിച്ചത്. മെയ് 4 മുമ്പ് പോയ വീഡിയോ ആണ്. ഞങ്ങൾ കുടിച്ച മനപ്പായസം നല്ല രുചിയുള്ളതായിരുന്നു സാർ. 10 വർഷത്തെ LDF ഭരണം അവസാനിക്കുകയാണ്. സുദർശനൻ ഗുരുകൃപ എന്ന് പറയുന്ന ആളുടെ കമൻ്റാണ്. എത്ര കിട്ടി? നല്ല നിഗമനം. 4 വരെ. അത് കഴിഞ്ഞ് ഇവിടെ കാണണം 2 പേരും കൂടി. മോഡിയെ വരെ താഴെ ഇറക്കുമെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു പിള്ളക്കൊച്ചാട്ടനാണ്, ശശിധരൻ പിള്ളക്കൊച്ചാട്ടൻ്റെ കമൻ്റാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒന്നും പ്രതീക്ഷിച്ചതുമില്ല. എണീറ്റ് പോടാ ഡാഷ് മോനെ. അയ്യപ്പൻ സിസി. ശബരിമല അയ്യപ്പൻ്റെ പേരും വെച്ചോണ്ട് ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കണോ? അങ്ങോട്ട് പൂർത്തീകരിച്ചോണ്ട് വിളിയണ. 4-ാം തീയതി ഇവനെ മാങ്ങാണ്ടിമാല ഇടും നമ്മളെ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പോടാ കോപ്പ, നീ എന്തടിസ്ഥാനത്തിൽ പറയുന്നു? അതിന് ഒരു ആരോ വന്ന് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? 6 ദിവസം മുമ്പ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് വന്നതിന് ശേഷം. കുറച്ച് താചേർത്തൊരു ചീത്ത. കൊല്ലം പത്തനംതിട്ട സീറ്റുകൾ കളഞ്ഞു. ഇത് ഒരു മാസം മുമ്പുള്ളതാണ്. അതായത് കൊല്ലം പത്തനംതിട്ട സീറ്റ് കളഞ്ഞു എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലില്ല. 100% പൊട്ടും. നമ്മൾ പറഞ്ഞവരൊക്കെ പൊട്ടും. പത്തനാപുരത്ത് ഗണേശൻ ജയിക്കും. അതെ, ഗണേശൻ ജയിച്ചു. കരയോഗം തെരഞ്ഞെടുപ്പിൽ പോലും ഗണേശന് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഗണേശൻ ഇപ്പോൾ പത്തനാപുരം നഗരത്തിലൂടെയൊക്കെ സമരം വിളിച്ച് നടക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? 25 കൊല്ലം മുമ്പ് സിസേറിയനിലുണ്ടായി വന്നൊരു കുഞ്ഞായിരുന്നു. ഒരു വെയില് പോലും തോറ്റ MLA ഇല്ലല്ലോ. തോറ്റ MLA ഇല്ല എന്നുള്ളത് പുള്ളി താടി വെച്ച് പണ്ടേ പറഞ്ഞതാണ്. അപ്പം നീ ഈ കമൻ്റ് ഇട്ട 100% പത്തനാപുരത്ത് ഗണേശൻ ജയിക്കുമെന്ന് പറഞ്ഞത് എന്താണ്, ഹസന്നാരോ എന്തോ ആണ്. എന്തായാലും നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നു എന്ന് വേണം മറുപടി പറയാൻ. സമരം ചെയ്ത് റോഡിലൂടെ അതെ. കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരും എന്ന് പറയുന്ന തെണ്ടി, നീ ഒരു കോൺഗ്രസ് ആണ് എന്നത് നീ മറന്നു പോകരുത്. ഈ പറയപ്പെടുന്ന എന്നെ തെണ്ടി എന്ന് വിളിച്ച മാന്യദേഹത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള പഴയ തലമുറയും കോൺഗ്രസ് ആയിരുന്നു എന്ന് ഓർക്കണം. കോൺഗ്രസ് അല്ലാത്തവരാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്നാണേ. അത് വിടുക. UDFന് 114 സീറ്റ് ആരോ പ്രവചിച്ചതാണ്. കൊല്ലത്ത് 6 സീറ്റിൽ LDF വിജയിക്കും. മെയ് 4 മറക്കല്ലേ. LDF 73 മുതൽ 84 വരെ 6-ലും തൂക്കും. LDF 7-ൽ നിന്ന് LDF. ചേട്ടൻ മെയ് 4 മറക്കുന്നതായിരിക്കും നല്ലത്. ആ ചേട്ടൻ മെയ് 4 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കലണ്ടർ ചെയ്തങ്ങോട്ട് വായിച്ചു കളയാം. ചേട്ടനും ചേട്ടത്തെയും കൂടി അടിച്ചു വിടുന്നത് 4-ാം തീയതി ഉച്ച കഴിഞ്ഞും പറയാമോ? വീഡിയോ റെക്കോർഡാണ്. അതെ സാർ, വീഡിയോ റെക്കോർഡാണ്. ഇത്തൊക്കെ ഏത് ഊളയാ? കൊല്ലം LDF കോട്ട മെയ് 4-ന് കാണണം. കോട്ട പൊളിച്ച്, കോട്ടയില്ല, കോട്ടയൊക്കെ UDF തൂക്കി.
അവിടെ മറ്റേ റഹീമിന്റെ വേണമെങ്കിൽ മറ്റേ സാധനം ഇടാം. ഈ കോട്ട കൊത്തളങ്ങളെല്ലാം പുള്ളി മറ്റേ പാർലമെന്റിലെ ഒരു സാധനം. BJP അപ്പോൾ വെറുതെ പണം ചിലവാക്കി സ്വപ്നം കാണുന്നു അല്ലേ? ഒരു സീറ്റ് പോലും കിട്ടില്ലെങ്കിൽ ഈ BJPക്കാർക്ക് വേറെ വല്ലേ പഠിക്കൂടെ? 3 സീറ്റ് BJP കിട്ടി കേട്ടോ. തൻ്റെ വ്യാമോഹമാണ് അതായിരുന്നു. മൂവാറ്റുപുഴയിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ ജയിച്ചല്ലോ. നീ കഞ്ചാവാണോടാ? എന്തെങ്കിലും പുതിയ സെല്ലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അല്ല, പൊട്ടനും പൊട്ടത്തിയും. അതെ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് പൊട്ടി. ആര് പൊട്ടി? LDF പൊട്ടി. പെട്ടിയിലല്ലേ വോട്ട്, മെയ് 4 ചട്ടിയിലാകും. അത് മനസ്സിലാവുന്നില്ല. ഇത് ആറാട്ടും തരംഗവും ഒന്നുമല്ല. അത് ആറാട്ടും തരംഗവും ഒന്നുമല്ല. ഇത് വെറും പരനാറി പിണറായിയുടെ ഓടുള്ള വെറുപ്പാണ്. അങ്ങനെ ഒന്നും വിളിക്കരുത് കേട്ടോ. മുഖ്യമന്ത്രി അല്ലായിരുന്നോ? യാതൊരു ലോജിക്കും ഇല്ലാത്ത ചർച്ച. ലോജിക്കൊക്കെ ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ചാനൽ പൂട്ടാൻ തയ്യാറാണോ? കൂട്ടോ നിങ്ങള്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഉണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിന്നെ കാണുമോ? എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരനാണ്. ഫോൺ നമ്പർ വേണമെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളാണ്. നമ്പറിലുണ്ട്, വിളിച്ചിട്ട് എന്നെ നമ്പർ വെച്ചാൽ തരും. ആദ്യം ജയിക്കുന്നവരെ ഒന്നും മന്ത്രിയാക്കേണ്ട. BJP നിലം തൊടില്ല കേരളത്തിൽ. റോബിൻ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി, അഖിൽ ബാരാർ വിദ്യാഭ്യാസ മന്ത്രി, അഞ്ചിരി സാംസ്കാരിക മന്ത്രിയാവും. നല്ല സ്നേഹമുള്ള കൂട്ടത്തിലുള്ള. പത്രാവരത്ത് BJP ഒന്നുമല്ലാത്ത ഒരാളെ നിർത്തിയത് കോഴിയെ ജയിപ്പിക്കാനാണ്. വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ. അല്ലത് മനസ്സിലായല്ലോ, കോഴിയല്ല ജയിച്ചത്, ആണൊരുത്തം ജയിച്ചിട്ടുണ്ട് അവിടെ. കഴിഞ്ഞ തവണ 11-ൽ 2 UDF പിടിച്ചിരുന്നു. കൊള്ളാം. അവിടെ 10-11 UDF നേടും. എനിക്കറിയത്തില്ല എത്തുമെന്ന്. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. കോപ്പ് കിട്ടും. 7 കൊല്ലം ഇടതുകോട്ടയാണെന്ന് മാധ്യമങ്ങൾ മാത്രമാണ് പറയുന്നത്. 7 കൊല്ലം ഇടതുകോട്ടയാണെന്ന്. കൊല്ലം ഇടതുകോട്ട തന്നെയാണ്. മെയ് 4 വരെ എന്ത് വേണേലും തള്ളിക്കോ. മെയ് 4 അണ്ണാക്കിൽ തരാം, കാത്തിരിക്കുക. ഓൻ്റെ ഒരു പത്രപ്രവർത്തനം വേണമെന്ന മനസ്സിന് സമാധാനം. മെയ് 4 രണ്ടുപേരെയും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ആഘോഷത്തിലായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചതിൻ്റെ. നൗഷാദ് സാർ, ലാൽ സലാം. എന്തോ ഇരവിപുരം സ്വപ്നം കണ്ടോ പോടോ? അതിന് താൻ ആരാടോ? ഇരവിപുരത്തിൻ്റെ MLA പേര് വിഷ്ണു എന്നാണ്. ഓക്കെ, RSPയുടെ ആണ്, UDFകാരനാണ് വിഷ്ണു മോഹൻ. എടാ പരനാറി കോൺഗ്രസ് അവതാരകം മൈ 22 സ്റ്റേറ്റ് സെൻട്രൽ ഇവ ഭരിക്കുന്ന BJP നിനക്ക് പുച്ഛം. ഇത് BJPക്കാരനാണ് കേട്ടോ. കൊടിച്ചിപ്പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പട്ടായ പപ്പു അവൻ്റെ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുൻപിൽ പപ്പു വെറും കഴുതാം. ഇനി രാജീവ് ചന്ദ്രശേഖരൻ സാറേ നാരെ വിളിക്കും. നീ ഇന്ദിരാഭവനിൽ ആണോ കിടത്തം? ഒരു മെത്ത വാങ്ങിച്ചു തന്നാൽ നമുക്ക് പോവാം. രണ്ടുപേരും മെയ് 4 മുങ്ങിയൊന്നുമില്ല, നെഞ്ചു മിരിച്ചുണ്ടായിരുന്നു ഇവിടെ. CR മഹേഷ് വിൽ വിൻ. 10 LDF 1 UDF. മോങ്ങ ചാമക്കാല ജയിക്കണം. കൊട്ടാരക്കരയിൽ ബാലഗോപാലും പത്തനാപുരത്ത് ഗണേഷ് കുമാറും 100% വിജയിക്കും. പത്തനാപുരത്ത് ഗണേഷ് കുമാർ 100% തോറ്റു. കൊട്ടാരക്കരയിൽ ബാലഗോപാൽ 50% തോറ്റു. UDF അത് നമ്മൾ പറയരുത്. തോറ്റ MLA ജയിച്ച MLA ഇല്ലല്ലോ. എന്നാലും 50% തോറ്റൊരു 100%, 50% ജയിച്ചവരും 100% ജയിച്ചവരും ഉണ്ട്. രാഹുലെ ബിന്ദു വേസ്റ്റാണ്. പക്ഷെ മുകേഷിന് അണ്ണാക്കളുള്ള അടി കൊണ്ട് ബിന്ദു ജയിക്കും. VDS നെക്സ്റ്റ് CM. കേരളത്തിൽ UDFന് വമ്പിച്ച തേരോട്ടം. കേരളത്തിൽ UDF തരംഗം. UDF 111 സീറ്റ് നേടി അധികാരത്തിലെത്തും. ചാമക്കാലയുടെ ഭൂരിപക്ഷം 11,000 കടക്കും. കയ്യിലുള്ള കുണ്ട്രയും ഇപ്രാവശ്യം നഷ്ടമാകും. കരുനാഗപ്പള്ളി മാത്രം UDF വിജയിക്കും. ഷാഫി തരംഗം മൊത്തം എടുത്തു. കൊല്ലത്ത് കോൺഗ്രസ് തരംഗം വാഞ്ഞിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം വാഞ്ഞിരിക്കുന്നു. ഭരണവികാരത്തെ അടുത്തിട്ട് ശക്തമാണ്. മനസ്സിനൊരു സമാധാനം. കേരളം പൊളിറ്റിക്കൽ ഇസ്ലാമിക ഭരണത്തിന് അടിമപ്പെടില്ല. മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി, SDPI, കോൺഗ്രസ് ഈ സാമ്പാർ മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിനെ ശിഖണ്ഡിയായി മുൻനിർത്തി പൊളിറ്റിക്കൽ ഇസ്ലാം കേരളം ഭരിക്കും. മതമാണ് ഞങ്ങൾക്ക് വലുത്. UDF അധികാരത്തിൽ വരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് എന്ന് പരസ്യമായി മൈക്ക് കെട്ടി പറയുന്നവർ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു അബദ്ധം കേരള ജനത ചെയ്യില്ല. വോട്ട് ഫോർ BJP. കേരള ജനത ചെയ്തു. UDF അധികാരത്തിലെത്തി. മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്നാണ്. ഹിന്ദുവും ക്രൈസ്തവനും മുസൽമാനും ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്, കേരളീയരാണ് എന്ന് കാണുന്ന മുഖ്യമന്ത്രിയാണ്. എല്ലാ മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടാവും. ഉല്ലാസ് കോവൂരിൻ്റെ ഫാൻസുണ്ട്. MM നസീർ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. വേടൻ വന്നില്ലെങ്കിലും ഗണേഷ് കുമാർ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. വേടൻ വന്നു, ഗണേഷ് കുമാർ തോറ്റു. ഇങ്ങനെ പോവാണ് രാഹുലെ കമൻറ്റ്. അങ്ങനെ ഇപ്പോൾ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ കാരണം നമ്മൾ പറഞ്ഞ പലതും
ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അല്ല അതിൽ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരുടെ നിരീക്ഷണങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് അവർ പറയേണ്ടതുണ്ട്. അവരിത്രയും നാളും പറഞ്ഞിരുന്ന ഇത്തരത്തിലുള്ള ഇപ്പോൾ വലിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് പറഞ്ഞു. ഇല്ല, അവർക്കൊക്കെ അജണ്ട ഉണ്ടായിരുന്നു. LDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ അവർക്ക് ഈ PR യിൽ നിന്ന് ലഭിച്ചിരുന്ന വലിയ പരസ്യങ്ങളും വമ്പൻ ഓഫറുകളും നഷ്ടമാകരുത് എന്ന അജണ്ട ഉണ്ടായിരുന്നു. നമുക്കതില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നിരുന്നുകൊണ്ട് VD സതീശൻ വരെ തോക്കും, ചാമക്കാല തോക്കും എന്നൊക്കെ പറഞ്ഞ പല അണ്ണന്മാരും ഇന്ന് തിരിച്ചൊക്കെ പറയുന്നതും കാണുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതോ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, ഞങ്ങളായിരുന്നു ശരി, ഇനിയും നമ്മൾ ശരിയാകുമെന്നല്ല, നമ്മൾക്ക് തെറ്റുപറ്റിയാൽ തിരുത്താൻ നമ്മൾ തയ്യാറുമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കമന്റ് ബോക്സിൽ അല്ല നമ്മളുടെ കണക്കുകൂട്ടൽ അടിത്തട്ടിൽ നിന്നായിരുന്നു. നമുക്ക് അവിടെയുള്ള സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. പിന്നീട് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേ അല്ല. അപ്പോൾ നമ്മൾ പോലും പറഞ്ഞത് ഒരു 85-90 സീറ്റുകളായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് UDF വലിയ ഒരു സംഖ്യയിലേക്ക് എത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ 85 മുതൽ 100 വരെ എന്നാണ് പറഞ്ഞത്. 102 സീറ്റ് കിട്ടി. അല്ല ഇതിനകത്താണെങ്കിൽ പോലും ഈ വീഡിയോ അല്ല, ഇതിനപ്പുറത്തേക്ക് കുറേ വീഡിയോകൾ കണ്ടിരുന്നു. അതിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ 1% പോലും എത്താൻ കഴിയാതെ പോകുന്ന ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകൾ അവരെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല. VD സതീശൻ തോക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പത്തനാപുരത്ത് ചാമക്കാല ജയിക്കും എന്നുള്ളത് ഗ്രൗണ്ടിലെ വാർത്തയായിരുന്നു. ഒരാൾ പോലും ഇത് പറഞ്ഞില്ലല്ലോ, മനോരമ പോലും പറഞ്ഞില്ല. അപ്പോൾ അവർക്കത് പറയാനുള്ള ബുദ്ധിമുട്ട് മറ്റു പലതും ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.